നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ എറണാകുളം ജില്ലാ കോടതി ഇന്ന് വിധി പറയും. 5 വർഷം നീണ്ട വിചാരണയ്ക്കും നാടകീയ സംഭവങ്ങൾക്കും ശേഷമാണ് കേസിൽ വിധി വരുന്നത്. ജഡ്ജ് ഹണിയം വർഗീസാണ് വിധി പറയുക. കനത്ത സുരക്ഷാ വലയത്തിലാണ് കോടതി. പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8ാം പ്രതി ദിലീപിന്റെ വീട്ടിലേക്ക് സഹോദരൻ അനൂപ് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കേസിലെ 10ാം പ്രതി ശരത്തും ദിലീപിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറയുന്ന VIP ആണ് ശരത്ത്. കൂടുതൽ വിവരങ്ങളുമായി നട്രാജ് പരശുറാമിനോടൊപ്പം ചേരുന്നു ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ നിന്ന്. നട്രാജ്, ഇന്നത്തെ ഈ കേസിന്റെ വിധി ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദിലീപ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമോ എന്ന് അറിയലാണ് എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തു നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയുന്നു? ദിലീപ് ഉറപ്പായും ഈ കേസിൽ ഹാജരായേ പറ്റൂ വിധി ദിനത്തിലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ദിലീപ് പുറപ്പെട്ടേ പറ്റൂ അവിടെ നിന്ന്. ഇപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? നമ്മൾ എന്തൊക്കെ കാണുന്നു അവിടെ നിന്ന്? നിഷാദ്, സംസ്ഥാനം തന്നെ ഏറെ ഞെട്ടിത്തരിച്ച സംഭവമാണ് നടിയെ ആക്രമിച്ച കേസ്. 2017 ഫെബ്രുവരി 17 നടന്ന ഈ സംഭവം സംസ്ഥാനത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒന്നാണ്. സിനിമാ മേഖല നടിയെ ആക്രമിച്ച കേസിന് മുൻപും അതിനുശേഷവും എന്നും പറയപ്പെടുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റുകളാണ് ഈ സംഭവത്തിന് ശേഷം ഉണ്ടായതെന്ന് പറയാം. താരരാജാവായി വിലസിയിരുന്ന നടൻ ദിലീപ് പ്രതിരോധത്തിലാവുന്നതും പിന്നീട് ഓരോ വിവരങ്ങൾ പുറത്തു വരുന്നതോറും അദ്ദേഹം പലർക്കുമിടയിൽ, പ്രത്യേകിച്ച് കേരളീയ പൊതുസമൂഹത്തിനിടയിൽ ചലച്ചിത്ര മേഖലയിലൊക്കെ തന്നെ അസ്വീകാരനാവുന്നതൊക്കെ കണ്ട കേസാണ്. ഇക്കാര്യത്തിൽ ദിലീപിന്റെ വിധി എന്താകുമെന്ന് അറിയാനാണ് ഏവർക്കും ആകാംക്ഷ. കേസിൽ 8ാമത്തെ പ്രതിയാണ് ദിലീപ്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങളാണ് താരത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ ആലുവയുടെ വീടിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പാണ് താരത്തിന്റെ സഹോദരൻ അനൂപും കുടുംബവും ഇവിടെ എത്തിയത്. നേരത്തെ ദിലീപ് ഈ വീട്ടിലുണ്ടോ, മാധ്യമങ്ങളെ ഒഴിവാക്കി കോടതിയിലെത്താൻ അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുകയാണോ എന്നുള്ള തരത്തിലൊക്കെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സഹോദരൻ അനൂപും കുടുംബവും ഇവിടെ എത്തിയതോടുകൂടി ദിലീപ് ഇവിടെ തന്നെ ഉണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം ഇവരൊക്കെ തന്നെ കോടതിയിലേക്ക് പുറപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇന്നത്തെ നടപടികൾ. ദിലീപിന്റെ ഞാനിപ്പോഴുള്ള വീട് ആലുവയിലാണുള്ളത്. നടപടികൾ സുഗമമായി നടക്കാൻ ഏതാണ്ട് 9:30-ക്കെങ്കിലും ദിലീപ് ഇവിടെ നിന്നും പുറപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം തന്റെ നിയമസംഘത്തെയൊക്കെ കണ്ടതിന് ശേഷമാണ് കോടതിയിലേക്ക് പോകുന്നതെങ്കിൽ കൂടി 9:30-ക്ക് മുമ്പെങ്കിലും ഇവിടെ നിന്നും ദിലീപ് പുറപ്പെടേണ്ടതുണ്ട്. അല്പസമയം മുമ്പ് മറ്റൊരു ഇന്നോവ കാറിൽ കേസിലെ 10ാം പ്രതി കൂടിയായ ശരത്ത്, ദിലീപിന്റെ അടുത്ത സുഹൃത്തായിട്ടാണ് ശരത്ത് അറിയപ്പെടുന്നത്, അദ്ദേഹം കൂടി ഇവിടെ എത്തുകയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിൽ ഇത്തരത്തിൽ നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയപ്പെടുന്ന വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആ കേസിൽ അദ്ദേഹം VIP ആയി ബാലചന്ദ്രകുമാർ ചൂണ്ടിക്കാട്ടിയ വ്യക്തികൾ ഒരാളായിട്ടാണ് ശരത്ത് അറിയപ്പെടുന്നത്. ദിലീപും ശരത്തും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ വീട്ടിലിരുന്ന് കാണുന്നത് താൻ കണ്ടു എന്ന തരത്തിലാണ് ബാലചന്ദ്രകുമാർ അന്ന് മൊഴി നൽകിയിരുന്നത്. അത്തരത്തിൽ ഈ കേസിൽ ദിലീപുമായി അടുത്ത് നിൽക്കുന്ന ആൾ എന്ന് കരുതപ്പെടുന്ന ശരത്തും അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് ദിലീപിന്റെ വീട്ടിന് മുന്നിൽ വാഹനങ്ങൾ നിരത്തി ഇട്ടിരിക്കുന്നതാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്നും ഇവർ പുറപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 9:30-ക്ക് ശേഷമെങ്കിലും ഇവിടെ നിന്നും അവർ പുറപ്പെടേണ്ടതുണ്ട്. തങ്ങളുടെ നിയമസംഘത്തെ കണ്ട ശേഷമാകും അവർ കോടതിയിലെത്തുക. എന്തായാലും കേരള പൊതുസമൂഹമാകെ കാത്തിരിക്കുന്ന ഒരു വിധിയാണ് വരാനുള്ളത്. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. സിനിമാ രംഗത്തും സാമൂഹിക രംഗത്തും സ്ത്രീ സുരക്ഷാ രംഗത്തും ഒക്കെ തന്നെ വലിയ സന്ദേശം നൽകുന്ന ഒരു വിധിയായിരിക്കും ഇന്നുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കേസിൽ ഗൂഢാലോചന എന്ന വാദം തെളിയിക്കാൻ കഴിയുമോ? എത്രത്തോളം ജഡ്ജിയെ കൺവിൻസ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്? എന്തായിരിക്കും ഈ കേസിലെ ജഡ്ജ്മെന്റ്? അതോ ഇന്ന് കുറ്റക്കാരെ മാത്രം പ്രഖ്യാപിക്കുകയാണോ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നടൻ കുറ്റക്കാരനാണെന്ന പ്രഖ്യാപനം വരുമോ? വരുമെങ്കിൽ ശിക്ഷ എന്താകും? ഇങ്ങനെ അനവധി ചോദ്യങ്ങളാണ് നിഷാദ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും 11 മണിക്കാണ് കോടതി നടപടികൾ തുടങ്ങുക. 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുക. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പ്രസ്താവം ഇന്ന് പുറത്തു വരുമ്പോൾ നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ? എങ്കിൽ ആ ശിക്ഷ എത്രയായിരിക്കും? അതോ ഗൂഢാലോചന കേസിൽ അയാൾ രക്ഷപ്പെട്ടു പോകുമോ എന്നതാണ് ഈ കേസിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന സംഗതി. പൾസർ സുനി 1ാം പ്രതിയിൽ തുടങ്ങി 8ാം പ്രതിയിൽ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ 8ാം പ്രതി ദിലീപ്, ഇവരിൽ ആരൊക്കെയാണ് ശിക്ഷിക്കപ്പെടുക? അതിനുശേഷവും പ്രതികളുണ്ട്. മുഖ്യ ഗൂഢാലോചന, ഈ സംഭവം ആസൂത്രണം ചെയ്യപ്പെട്ടതും നടപ്പിലാക്കപ്പെട്ടതുമെല്ലാം നടൻ ദിലീപിന്റെ ആഗ്രഹപ്രകാരവും നിർദ്ദേശപ്രകാരവും അദ്ദേഹം പണം കൊടുത്ത് ഏർപ്പെടുത്തിയ കൊട്ടേഷൻ പ്രകാരവുമായിരുന്നു എന്നതാണ് പ്രോസിക്യൂഷന്റെ കേസ്. ഇതിൽ ദിലീപ് 85 ദിവസം ജയിലിൽ കടഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഈ കേസ് വളരെ സങ്കീർണമായ വഴികളിലൂടെ കടന്നു പോകുന്നത് കണ്ടു. ഇപ്പോൾ വിധി പറയാൻ പോകുന്ന ജഡ്ജി ഹണിയം വർഗീസിനെതിരെ അടക്കം അതിജീവിത വലിയ പരാതികൾ ഉന്നയിച്ചത് നാം കണ്ടതാണ്. അത് പ്രത്യേകം ഓർക്കേണ്ട സംഗതിയാണ്. അതിജീവിത ഈ കേസ് നടത്തിപ്പിൽ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജി ഹണിയം വർഗീസിന്റെ പെരുമാറ്റത്തിലും സമീപനത്തിലും
ഒരു നിലയ്ക്കുമുള്ള തൃപ്തി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല അതിജീവിതയ്ക്ക് നേരെ നടത്തുന്ന പരിധിവിട്ട ട്രയൽ നടപടികൾക്കിടയിലെ പരിധിവിട്ട നീക്കങ്ങളെ തടയാതെ അത് കണ്ടുകൊണ്ടിരുന്നു. ഇവരുടെ മുമ്പിൽ ഞാൻ മൊഴി കൊടുക്കാനോ വിചാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ കംഫർട്ടബിൾ അല്ല എന്ന് പല കുറി നടി പരാതിപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാതിപ്പെട്ടു. പക്ഷേ ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല എന്ന സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിജീവിതയ്ക്കെതിരെ പരിധിവിട്ട തരത്തിലുള്ള അവരെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിരവധിയായി വന്ന ഘട്ടത്തിൽ പോലും അത് തടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഹണിയം വർഗീസ് എന്ന ജഡ്ജി എന്ന വിമർശനം അവിടെ നിൽക്കുന്നുണ്ട്. ഏത് അതിജീവിത ഉന്നയിച്ചിട്ടുള്ള പരാതിയാണ്. ഇതൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് വിവരങ്ങൾ കിട്ടാതിരിക്കാൻ നടിയുടെ സ്വകാര്യത, കേസിന്റെ സ്വകാര്യത, അവർ പറയുന്ന സംഭവ വിവരണത്തിലെ സ്വകാര്യത ഇവയൊക്കെ നിലനിർത്താനാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലേക്ക് പോയത്. പക്ഷേ ഈ പ്രതിഭാഗത്തിന്റെ അടക്കം 20ഓളം അഭിഭാഷകരെ പുറത്തിറക്കാതെ അകത്ത് തന്നെ നിർത്തിക്കൊണ്ടായിരുന്നു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തിയത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ ജഡ്ജിക്കെതിരെ ഉണ്ട് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഹണിയം വർഗീസ് എന്ന ജഡ്ജിയാണ് ഈ കേസിൽ വിധി പറയുന്നത് എന്നത് നമ്മൾ ഈ കേസിന്റെ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ നടിയെ